Hi DSK Platon, this is me, your friend Salvakumar. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ മഹാകുംഭമേള എന്ന് പറയുന്ന ഉത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് ആക്ച്വലി ഡേ ബൈ ഡേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ അടുത്ത കാലത്തായിട്ടുള്ള വാർത്തകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ആക്ച്വലി പ്രശ്നങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ SK പ്ലാറ്റ്ഫോമിൽ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. മാത്രമല്ല നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ താഴെ ഒരു ബെല്ലൈക്കൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതിന് തീർച്ചയായിട്ടും യൂട്യൂബിന്റെ അൽഗോരിതം സഹായിക്കും. മാത്രമല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ആക്ച്വലി നമുക്കറിയാം ഈ കുംഭമേള എന്ന് പറയുന്ന ഈ ഒരു ഉത്സവം നടക്കുന്നത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഈ കുംഭമേള എന്ന് പറയുന്നത് 144 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് കാണാനായിട്ട് സാധിക്കുക. ബട്ട് കുംഭമേള എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ആണ്. അർദ്ധ കുംഭമേള, പൂർണ്ണ കുംഭമേള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷത്തിലും നടക്കുന്ന കുംഭമേളകളാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത 144 വർഷത്തിന് ശേഷം വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് 7500 കോടിയിലധികമാണ് ആക്ച്വലി വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ അവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അവിടെ സുരക്ഷ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും പിന്നെ ഫുഡ്, സ്റ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ഫണ്ട് അവിടെ ചെലവഴിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ മഹാകുംഭമേള എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം എന്നാണ് പറയപ്പെടുന്നത്. ഇത് ജനുവരി 16 മുതൽ ഫെബ്രുവരി 26 വരെയാണ് പ്രോഗ്രാം ഉള്ളത്. ഇപ്പോൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഏവർക്കും അറിയുന്നതാണ് പോലും. നിങ്ങൾ പ്രത്യേകിച്ചും വാർത്തകളൊക്കെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. പിന്നെ ഈ മഹാകുംഭമേളയിൽ വിവിധ VIP-കൾ ലൈക്ക് പ്രധാനമന്ത്രി, അതുപോലെ തന്നെ രാഷ്ട്രപതി, അങ്ങനെ തുടങ്ങി നിരവധി ആൾക്കാർ ആണ് ആക്ച്വലി പങ്കെടുത്തിട്ടുള്ളത്. മാത്രമല്ല 40 കോടി ജനങ്ങളാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്നാൽ 56 കോടിയിലധികം ആൾക്കാർ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവിധ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ. എന്തായാലും ഇതിനേക്കാളും ആൾക്കാർ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടാൻ ചാൻസസ് ഉണ്ട്. കാരണം ഈ മാസം 26 തീയതി വരെ സമയമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടന്നു വരുന്നത്. ഈ അടുത്ത കാലത്ത് റെയിൽവേയിൽ ജനങ്ങളുടെ തിരക്ക് കാരണം ഒരുപാട് ആൾക്കാരാണ് ആക്ച്വലി മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നില്ല. കാരണം അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നേരത്തെ ഫയർ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർക്ക് പരിക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പോലും. പിന്നെ ഈ അതേ സമയത്ത് തന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവിടെ ഈ സ്റ്റാമ്പീഡ്, ജനങ്ങൾ തിക്കും തിരക്ക് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്നു. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 30ഓളം ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള രേഖയാണോ എന്നുള്ളതിൽ ഇപ്പോഴും ചില സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഭരണപക്ഷത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. സോ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുംഭമേളയിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, അതായത് കോടിക്കണക്കായിട്ടുള്ള ആൾക്കാരാണല്ലോ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അവർക്കുള്ള ഫെസിലിറ്റീസ് വളരെ കുറവാണ് എന്നാണ് നമുക്ക് പല വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് 7500 കോടിയിലധികം രൂപയാണ് ആക്ച്വലി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചെലവഴിച്ച ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ അവിടെ എത്തിപ്പെടുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള
അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യത്തിൽ സർക്കാരിന് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നത്. പ്രത്യേകിച്ചും സ്റ്റേയിങ്ങിൻ്റെ കാര്യത്തിലായാലും പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിലായാലും മറ്റ് ഈ ഹൈജീൻ, അത് ഹെൽത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലായാൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ സ്റ്റാമ്പീഡ് നടന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നത്. അപ്പോൾ ഈ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാഗ്രാജിലെ ഗംഗ റിവറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് ഈ ഗംഗ റിവർ, അവിടെ ഒരുപാട് ആൾക്കാരാണ് ആക്ച്വലി ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ കുളിക്കുകയും മറ്റ് അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഉള്ള ആ റിവറും വെള്ളവും ഒരുപാട് മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഗംഗ റിവറിൽ നിന്ന് വെള്ളം എടുത്ത് പരിശോധിച്ചതിൽ ഫീറ്റൽ കോളിഫോം ബാക്ടീരിയ എന്ന് പറയുന്ന ഒരിനം ബാക്ടീരിയ, അത് മനുഷ്യന്റെ ശരീരത്തിലാണ് ആക്ച്വലി കാണപ്പെടുന്നത്. ഈ ബാക്ടീരിയയുടെ അളവ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 20 ടൈംസ് അധികം ആണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വെള്ളം എന്ന് പറയുന്നത് കുടിക്കാൻ മാത്രമല്ല കുളിക്കാനും സാധിക്കില്ല എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് ഈ വെള്ളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോയി കുളിക്കുകയോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലെ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് വരികയും അത് മുഖേന പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിന് കാരണമാകും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ റെസ്പിറേറ്ററി, അതായത് ശ്വാസം തടസ്സം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ സ്കിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസസ് അധികമാണുള്ളത്. പിന്നെ ഈ സ്റ്റൊമക്ക്, അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ വെള്ളം അകത്തേക്ക് കുടിക്കാറുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റൊമക്ക് ഇഷ്യൂസിനും കാരണമാകുമെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ലങ് ഇൻഫെക്ഷൻ, ശ്വാസകോശ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഉത്തർപ്രദേശിലെ നിയമസഭയിൽ ഭരണപക്ഷത്തെ വിമർശിച്ചിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവിടുത്തെ സിഎമായിട്ടുള്ള യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗാ വെള്ളം പരിശുദ്ധമാണെന്നും അത് കുടിക്കാൻ സാധിക്കുമെന്നും പിന്നെ ജനങ്ങളുടെ, അതായത് അവിടെ വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തിനെതിരെ ചില ആൾക്കാർ ഇത്തരത്തിൽ പ്രൊപ്പഗേണ്ട നടത്തുന്നു എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തായാലും അടുത്തത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.